കൊല്ലത്ത് നിന്നും ഒരു വാർത്ത വരുന്നു. INTC-യെ ആർ ചന്ദ്രശേഖരൻ പിണറായി വിജയന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചു എന്ന് സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് ബാബു. INTC-യിലെ എല്ലാ യൂണിയനുകളും ചന്ദ്രശേഖർ തകർത്തു. പിണറായി വിജയനും എളമരം കരീമും ചേർന്നാണ് INTC-യെ നയിക്കുന്നത്. ചന്ദ്രശേഖരൻ നേർവഴിയിലല്ല പ്രസിഡന്റായത്. കശുവണ്ടി അഴിമതി കേസിൽ ചന്ദ്രശേഖരൻ അഴിമതിക്കാരനെന്ന് പറഞ്ഞ് കോടതിയും വിജിലൻസുമാണെന്നും കെ സുരേഷ് ബാബു പറഞ്ഞു. കെ സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. വെച്ച് കഴിഞ്ഞിരിക്കുകയല്ലേ, വർഷങ്ങളായിട്ട്. ഇപ്പോൾ 8 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ചിരിക്കുക. 8 9 വർഷമായി. എന്ത് പിണറായി വിജയൻ പറയുന്നു അതാണ് അദ്ദേഹം നടപ്പാക്കുന്നത്. സകല യൂണിയനുകളെയും കേരളത്തിലെ INTC-യുടെ യഥാർത്ഥ നേതാക്കന്മാർ നയിക്കുന്ന എല്ലാ യൂണിയനുകളെയും പൊളിച്ച് തകർത്ത് അദ്ദേഹം തന്നെ പ്രസിഡൻ്റായി ഒക്കെ ഇത് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിനൊപ്പം അദ്ദേഹത്തിന് എളമരം കരീമിനെ കൂടെ കൂട്ടുകൊടുത്തിട്ടുണ്ട്. എനിക്ക് വിഷമമില്ല, കാരണം ഞാൻ ഇടയ്ക്ക് വിട്ടിട്ടില്ല. എനിക്കതുമായിട്ട് ആരും ബന്ധവുമില്ല. ആ കേസ് നടത്തുന്നതായിട്ടൊരു ബന്ധവുമില്ല. ഇപ്പോഴും ഈ ഘട്ടത്തിലും ഇവർ ഇത്രയും പറഞ്ഞതിന് ശേഷവും അവിടെ അഴിമതി നടന്നിട്ടില്ലെന്ന് പറയാൻ ഉള്ള ബന്ധം എന്താണ്? എല്ലാറ്റിൻ്റെയും പിന്നിൽ ഈ സുരേഷ് ബാബു ആണെന്ന് നേരത്തെ ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ദിലീപ് ദേവസി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ദിലീപ്, സുരേഷ് ബാബു എന്തായാലും കടുത്ത ഭാഷയിലാണ് വീണ്ടും INTC നേതാവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. INTC പിണറായി വിജയന്റെ കാൽക്കീഴിൽ ചന്ദ്രശേഖരൻ കൊണ്ടുവച്ചു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. ആശാവർക്കർമാരുടെ സമരത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലേഖനത്തിൻ്റെ വിവാദമുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പ്രതികരണം വരുന്നത്. നേരത്തെ രതീഷിനെയും ഈ ചന്ദ്രശേഖരനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു കശുവണ്ടി കേസിൽ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കിയാൽ ഈ രൂക്ഷമായ പ്രതികരണമാണിത്. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇതൊരു രൂക്ഷമായ വിമർശനം തന്നെയാണ്. അതായത് മുൻ സംസ്ഥാന പ്രസിഡന്റ്, INTC-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് നിലവിലെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് പിണറായി വിജയൻ്റെ കാൽച്ചുവട്ടിൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയെ കൊണ്ടുവച്ചു. ഇളമരം കരീമും പിണറായി വിജയനും ആർ ചന്ദ്രശേഖരനുമാണ് ഇപ്പോൾ സമരങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതൊരു സമര നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ INTC തന്നെ ഇല്ലാതാകുമെന്നും പറയുന്നുണ്ട്. ഇതിനെ കൂടാതെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കശുവണ്ടി അഴിമതി കേസിൽ താൻ ആരെയും അഴിമതിക്കാരനെന്ന് വിളിച്ചിട്ടില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിജിലൻസും ഒക്കെയാണ് അഴിമതിക്കാരനെന്ന ഈ ചന്ദ്രശേഖരനെ പറഞ്ഞിരിക്കുന്നത്. ആ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയെ കൊണ്ട് ആർ ചന്ദ്രശേഖരൻ ചെയ്യിക്കുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ INTC-യുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ കെ സുരേഷ് ബാബു ആണ് ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അധികകാലം ഈ INTC ഉണ്ടാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പറയുന്നുണ്ട്. കാരണം പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പല സമരങ്ങൾക്കും മോഡി കെയർ അടക്കമുള്ള ഉദ്ഘാടനത്തിൽ ഈ പിണറായി വിജയൻ എത്തുമ്പോൾ അവിടെ നന്മ INTC തുടങ്ങുന്നു, അതിൽ നിരാഹാരം ഇരിക്കുന്നു, അതിന് പിണറായി വിജയൻ നാരകനീര് കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ നാടകമാണ്. അങ്ങനെ നടക്കുന്ന ഈ സമരം തൊഴിലാളികളുടെ സംഘടനയായ ഈ കോൺഗ്രസിൻ്റെ INTC-യെ തകർക്കാനാണ് ആർ ചന്ദ്രശേഖരൻ ശ്രമിക്കുന്നതെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ.